വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ആൾവേസ് ബോറിംഗ് ഡേ. എപ്പോഴും നമുക്ക് ബോറായി തോന്നുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോറിംഗ് ഒക്കെ പമ്പടക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഹാഫ് സർക്കിൾ പകുതി വട്ടം വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് വരയ്ക്കുകയാണ്, കാരണം ഒന്നുമില്ല, കൈകൊണ്ട് വരച്ചു. കോമ്പസൊക്കെ കണ്ടി എടുത്ത് വരയ്ക്കുക. ഞാൻ ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ വരച്ചത് ആദ്യം റഫായിട്ട് ഒന്നൊന്ന് കട്ട് കൂട്ടി വരച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, അങ്ങനെ 5 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം റെഡ് എടുത്ത് അതിൻ്റെ പോലെ തന്നെ ഷേപ്പിൽ ഒന്ന് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കരുതുന്നത് വലിയ വൃത്തിയൊന്നുമില്ല കൊടുക്കുന്നത്, പിന്നെ അടുത്തടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ അതിനനുസരിച്ച് റെഡി ആയിക്കോളും. അപ്പോൾ ആദ്യം നല്ല നീറ്റ്നെസ്സിൽ വൃത്തിയില്ലെങ്കിലും പ്രശ്നമില്ല, പിന്നെ റെഡിയാവും. പന കൊടുക്കുക. സെക്കൻഡ് ഓറഞ്ച് കൊടുക്കുക. തേർഡ് യെല്ലോ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ ഉദ്ദേശിച്ചത് ഒരു മഴവില്ലാണെന്ന്. റെയിൻബോ അത്രയും ഉദ്ദേശിച്ചുള്ളൂ. നെക്സ്റ്റ് യെല്ലോ എടുക്കുകയാണ്. റെയിൻബോയിൽ 7 കളറുണ്ട്, പക്ഷെ ഞാൻ 5 കളറാക്കി ചുരുക്കി എന്നുള്ളൂ. അതിൽ മെയിനായിട്ടുള്ള എല്ലാ കളറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് യെല്ലോ കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഞാൻ ഗ്രീന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് കളറായ ബ്ലൂ മുറി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ അത് ഉണങ്ങി വരുന്നുള്ളൂ. പക്ഷേ അതിന് മുന്നേ ഞാൻ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെൻസിലോണ്ട് ജസ്റ്റ് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി 8 പഠിച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പകുതിയാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാത്തിനും ഞാൻ പകുതിയാക്കി മുറിക്കുന്നുണ്ട്. അനിയന്മാരെ അനിയത്തിമാരൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഓൾക്ക് വലിയ ടാസ്കൊക്കെ ചെയ്യുന്ന പോലെ ആയിരിക്കും. നമുക്കിത് സിമ്പിളായിട്ടാണെങ്കിലും ഉണ്ടാക്കാനും സിമ്പിളാണ്. എന്നാൽ മൈൻഡ് റിലാക്സ് ആവുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഇനി ചോപ്പിൽ ഞാൻ 6 ഡോട്ട് ഉണ്ട്. അപ്പോൾ 6 ബഡ്സിൻ്റെ സാധനം മാറ്റി വെക്കുക. ഓറഞ്ചിൽ ഞാൻ 4 എടുത്തിട്ടുണ്ട്. യെല്ലോയിൽ ഞാൻ 3, ഗ്രീനിൽ 2, ബ്ലൂവിൽ 1, അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി കളർ ചെയ്യുക, അതായത് അതിൻ്റെ കളർ തന്നെ അടിച്ചെടുക്കുക. ഇപ്പോൾ റെഡ് ഞാൻ ആണെങ്കിൽ അടുപ്പിലുള്ളത് വെച്ച് ചെയ്യാമെന്ന് കരുതി, പക്ഷെ അങ്ങനെ പറ്റില്ല. നമ്മൾ കുപ്പിയിലൊന്ന് മുക്കി ഡിപ്പ് ചെയ്തെടുത്താൽ കളർ എല്ലായിടത്താവും. അങ്ങനെ എല്ലാതും ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനൊരു കാർഡ് ബോർഡിൻ്റെ മേലാണ് കയറ്റി വെക്കുന്നത്, നിലത്തൊക്കെ പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉണങ്ങട്ടെ. അങ്ങനെ എല്ലാത്തിനും പെയിൻ്റ് അടിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇനി ഞാൻ ഈ ഡോട്ട് ഇട്ടത് ഹോളൊന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. വുഡൻ സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടും ഹോളൊന്ന് വലുതാക്കി കൊടുക്കാം. വലുതാക്കാൻ പാകത്തൊരു വലുപ്പം. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഹോളൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മറ്റേതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ടില്ല, അത് പെട്ടെന്നൊന്നും ഉണങ്ങില്ല, സമയം പിടിക്കും കുറച്ച്.
ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെക്കാനിസം കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ സെയിം കളർ തന്നെ അതിൻ്റെ ഹോളിലൂടെ ഒന്ന് കുത്തി കുത്തി വെക്കുക എന്നതാണ്. ഈ ബഡ്സ് ആദ്യം കൂട്ടിക്കലമ്പി എടുത്തിട്ട് അതിന് ഓരോരോ കളർ പെറുക്കി പെറുക്കി വെക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. അനിയന്മാർക്കൊക്കെ ടാസ്ക് ചെയ്യുന്ന പോലെയൊക്കെ ഒരു കുറേ സമയം എടുത്ത് ചെയ്യും, നമ്മളേറെ സമയം എടുത്ത് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ. സാധനം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമന്റിലൂടെ പറയണേ. അങ്ങനെ എല്ലാതും വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിനും സാധനം. ഞാൻ എൻ്റെ അനിയത്തിനെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓൾക്ക് ഞാൻ കൊടുത്തു, ഓളോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യാണ്. ഓല് അത്യാവശ്യം സമയം പിടിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ എന്തൊക്കെ വീഡിയോ ഇടുന്നു അതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം. അതുവരെയും ബൈ ബൈ.